നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീന ആൻ്റപ്പനോട് ചോദിച്ചു, അല്ല ആൻ്റപ്പൻ ചേട്ടാ, നിങ്ങളുടെ കേണൽ സാ പറഞ്ഞിട്ടാണോ ആ ചേച്ചി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നേ? അതെ, അത് വെറും ഒരു അപ്പാവിയാന്നേ, പാവം ആയതുകൊണ്ടാ ഞങ്ങളിങ്ങനെ കണ്ണടച്ചു വിടുന്നേ. ആ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അലീന എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൻ്റപ്പൻ പൗലോസിനോട് പറഞ്ഞു, പൗലോസേട്ടാ, മിക്കവാറും പൗലോസേണ്ട ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ലക്ഷണമുണ്ട്. അതെന്താ, അടുക്കളയിൽ കയറി മിക്കവാറും ഈ കൊച്ച് ഭരിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. പിന്നെ അതിനെ ഈ പൗലോസ് മരിക്കണം. പൗലോസിനെ കുറിച്ച് അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ. ദേ, അങ്ങനത്തെ കഠിന ശബ്ദമൊന്നും ചെയ്യുമൊന്നും വേണ്ട, അറിയാലോ. പിന്നെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരും വരാൻ പോകുന്നൊന്നുമില്ല, എനിക്കത് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് പൗലോസ് അങ്ങോട്ട് കയറിപ്പോയി. അലീനെ പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനുമാണ് ബൈജു അങ്ങോട്ട് വരുന്നത്. അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബൈജു ചോദിച്ചു, അല്ല ഇത് എവിടെ പോയതായിരുന്നു? ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനായിട്ട്. അല്ല, കഴിഞ്ഞ ദിവസം അപ്പം ചുറ്റി നടന്നെല്ലാം കണ്ടല്ലേ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു തവണ മാത്രമേ കാണത്തുള്ളൂന്ന്. അങ്ങനെയൊന്നുമില്ല, വെറുതെ ഞാൻ പറഞ്ഞെന്നുള്ളൂ, എന്തേലും പറയണമല്ലോ എന്ന് ഓർത്തിട്ട്. അല്ല, ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ബൈജു എന്നല്ല ചേട്ടൻ്റെ പേര്. അതെ, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്രമാത്രം പ്രായമൊന്നും ഇല്ല. അല്ല, എന്നെക്കാളും പ്രായം കുറവാണോ? അങ്ങനെയല്ല, എന്നാലും അതെ, എന്നെക്കാളും ഇത്തിരിയെങ്കിലും പ്രായം കൂടുതലുള്ളതുകൊണ്ടാ ഞാൻ ആ ബഹുമാനത്തോട് കൂടിയിട്ടാ ചേട്ടാന്ന് വിളിക്കുന്നത്. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, ആ ആയിക്കോട്ടെ. അല്ല, ഇതിനു മുമ്പ് എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാനൊരു ഓർഫനേജിലാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലായിരുന്നു. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അതെ, കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലായിരുന്നു. പിന്നീട് പാലായിലേക്ക് വന്നു. അവിടെ ഒരു പ്രായമായ അമ്മച്ചിയെ നോക്കാൻ വേണ്ടി വന്ന. പിന്നെ അവിടുന്ന് വേറൊരിടത്തേക്ക് പോയി, അവിടുത്തെ ജോലിക്കാരിയായെന്ന് പറഞ്ഞു. അല്ലെ, ജോലിക്കാരിയായെന്ന് പറഞ്ഞ് എന്ത് ജോലിയാ? എല്ലാ ജോലികളും ചെയ്യും. അടിച്ചുവാരും, തൂത്തുവടയ്ക്കും, കഞ്ഞിയും കറിയും വെക്കും, എല്ലാ ജോലികളും ചെയ്യണം. ബൈജുവിന് അത് അത്ര ഇങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നോ? അതിനെന്താ? ബൈജുവിൻ്റെ വിശ്വാസം വരുന്നില്ലേന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ബൈജു അലീനെ നോക്കുമ്പോഴത്തേനും എങ്കിൽ ശരി എന്നും പറഞ്ഞിട്ട് അലീനെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ബൈജുവിന് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല, ഇതെങ്ങനെ സെറ്റാവും? ഇപ്പോഴാണെങ്കിലോ ഇവിടുത്തെ കേണൽ സാബിൻ്റെ മകളാണെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അത് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ബൈജു നേരെ പൗലോസിൻ്റെ അടുത്തേക്ക് വന്നു. പൗലോസിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പൗലോസേട്ടാ, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ കാര്യം എന്താ? ഇത് വേറെന്തോ സെറ്റപ്പാന്ന് തോന്നേ. എന്ത് സെറ്റപ്പ്? അല്ല, ആ പെണ്ണ് കേണൽ സാബിൻ്റെ മോളാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തില്ലായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിക്കാനിരുന്ന ഏതോ സ്ത്രീയുടെ മകളാന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ നമ്മളോട് പറഞ്ഞ്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? അതെന്താ? ഇതൊന്നും അല്ലെന്നേ, ആ പെണ്ണ് ഏതോ ഒരു ഓർഫനേജിൽ നിന്നത്, പിന്നെ ഇപ്പോഴോ ഇവിടേക്ക് വന്നത്. അപ്പം ഇത്രയും നാളും ഏതോ ഒരു വീട്ടിൽ ജോലിക്കൊക്കെ നിൽക്കുമായിരുന്നു. കേണൽ സാബിൻ്റെ മോളാണെങ്കിൽ അങ്ങനെ ഓർഫനേജിൽ നിൽക്കുമോ? പൗലോസ് പറഞ്ഞു, അത് ശരിയാണല്ലോടാ ബൈജു, അതാ ഞാൻ പറഞ്ഞു എവിടെയോ എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന്. അല്ല, കേണൽ സാബിൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പൗലോസ് പറഞ്ഞു, എടാ, അതിപ്പോൾ അറിയാനായിട്ട് എന്താ ഒരു വഴിയിരിക്കുന്നേ? നമുക്കൊരു കാര്യം ചെയ്താലോ? കുട്ടിച്ചായനോട് വിളിച്ചു പറഞ്ഞാലോ? എന്ത് ഇതിനെക്കുറിച്ചോ? അതേന്നെ, കുട്ടിച്ചായൻ വന്ന് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നോളൂ. മകളാണോ അല്ലേ എന്നൊക്കെ അറിയാലോ. പാലായെന്നൊരാൾ ഇവിടെ മകളാണെന്നും പറഞ്ഞല്ലേ കൊണ്ടാക്കിയിട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ അതും വേറെ സെറ്റപ്പ് ആയിരിക്കും. അച്ഛൻ മകളെന്ന് പറയുന്നൊരു ബന്ധമെന്ന് പറയുമ്പോൾ ആരും കൂടുതൽ കൂട്ടിക്കിടിച്ച് നോക്കാൻ പോയില്ല. അത് മാത്രമല്ല, DNA ടെസ്റ്റ് നടത്താനെന്ന് ആർക്കും പറയാനും പറ്റില്ലല്ലോ. അത് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇവിടെ മകളാന്നും പറഞ്ഞ് കൊണ്ട് താമസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് സംശയമൊന്നും തോന്നത്തില്ലോ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് തോന്നേ. ഇത് വേറെന്തോ സെറ്റപ്പ് തന്നെയാ പൗലോസ് ചേട്ടാ. അങ്ങനെയാണ് എടാ ബൈജു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുട്ടിച്ചായനെ വിളിച്ചു പറയാം. കുട്ടിച്ചായനും വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും ഏതാന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ ആ തീരുമാനം എടുത്തു. പിന്നീട് ബൈജു കുട്ടിച്ചായനെ ഫോൺ ചെയ്യുവാണ്. എന്താടാ ബൈജു, നീ ജീവനോടൊക്കെ ഉണ്ടോ? അതെന്താ കുട്ടിച്ചായ അങ്ങനെ ഒരു ചോദ്യം പറിച്ചിലും? എന്നെക്കാളും മീശൻ താടിയും നരച്ചവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവരൊക്കെ അങ്ങോട്ട് കുഴിയിലേക്ക് പോയിട്ടാ ഞാൻ പോത്തളെന്ന് പറഞ്ഞു. എന്താ നീ വിളിച്ച കാര്യം പറ. കുട്ടിച്ചായൻ പറമ്പിലായിരുന്നു പണിക്കാരോടൊപ്പം. അവർക്ക് വേണം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ബൈജുവിൻ്റെ കോള് വരുന്നത് തന്നെ. അത് പിന്നെ ഒരു കാര്യമുണ്ട് കുട്ടിച്ചായ എന്ന് പറഞ്ഞിട്ട് അലീന വന്നത് മുതലുള്ള കാര്യങ്ങൾ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടിച്ചായൻ പറഞ്ഞു, ശരി, നീ കോള് കട്ട് ചെയ്തോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിച്ചായൻ കോള് കട്ട് ചെയ്തിട്ട് ആ മീശയൊക്കെ ഒന്ന് പിരിച്ചു വെക്കുവാണ്. ചില കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട്
കൃഷ്ണമോൾക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ബബിത അങ്ങോട്ട് വരുവാണ്. കൃഷ്ണമോള് പഠിച്ചുകൊണ്ടിരിക്കുക സിറ്റൗട്ടിൽ. അല്ല അമ്മയ്ക്ക് കൊടുത്തില്ലേ? ഓ ഞാൻ ചെന്നാ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അല്ല അമ്മ എന്തെടുക്കുക? അവിടെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താ ഏതാന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ദേ ബബിതേച്ചി ഒരു കാര്യം ഞാൻ പറയാം. അമ്മയോട് സംസാരിക്കുമ്പോൾ ഇത്തിരി മയത്തിലൊക്കെ പോയി സംസാരിക്കണം. അമ്മയുടെ സ്വഭാവം അറിയാലോ. ആരോടാ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി അമ്മ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടായിരിക്കണമെന്നാണോ? അതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന്. പിന്നെ എന്നോട് എന്തെങ്കിലും ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഞാൻ നല്ലത് പറയും. ഓ അപ്പം ജൂനിയർ വൈജയൻ സീനിയർ വൈജയൻ തമ്മിൽ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചല്ലേ? അത് കേട്ടതും ബബിത പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അല്ല അച്ഛൻ വരാനായല്ലോ, ഇതുവരെയായിട്ടും വന്നില്ലല്ലോ ബബിത പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം അത്ര സമയം കൂടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാം. അമ്മ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. ബബിത അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കാറിൻ്റെ ഹോണടി ശബ്ദം കിട്ടും. നോക്കിയപ്പോൾ ബാലേന്ദ്ര. അങ്ങനെ ബാലേന്ദ്രൻ കാറിൽ നിന്ന് വന്നിറങ്ങുമ്പോഴത്തേനും കുട്ടികൾ രണ്ടുപേരും ഓടി അങ്ങോട്ട് ചെന്നു. കൃഷ്ണമോട് ചോദിച്ചു, അച്ഛ എന്തായി? അലിയനി ചേച്ചിക്ക് വിഷമമുണ്ടോ അച്ഛൻ പോന്നു കഴിഞ്ഞപ്പം? അലിയനി ചേച്ചിക്ക് അവിടെ സുഖമാണോ? അങ്ങനെ രണ്ടുപേരും കൂടെ മാറി മാറി കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുകയാണ്. ബബിത പറഞ്ഞു, അല്ല അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അലിയനി ചേച്ചി കരഞ്ഞോ? അലിയനി ചേച്ചിക്ക് അവിടെ എന്ത് ജോലി അച്ഛാ? ജോലി എന്തേലും ആയോ? അലിയനി ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ഒരു ജോലി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനൊന്നും മിണ്ടാൻ നിൽക്കുക. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്തേ? അതെ ഇനി എന്തേലും ചോദ്യം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കുക. എന്നിട്ട് നിർത്ത്, എന്നിട്ട് ഞാൻ ഉത്തരം പറയാം. കാരണം എനിക്ക് ഉത്തരം പറയാനായിട്ട് ഒരു ഗ്യാപ്പ് തരുന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ മറുപടി പറയണമെന്ന് ചോദിച്ചു. ശരിക്കും കൃഷ്ണമോളും ബബിതയും ഒന്ന് ചമ്മി. പിന്നീട് ബാലേന്ദ്രന് അവിടെ സിറ്റൗട്ടിൽ അങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഓരോരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാം. അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടായിരുന്നു. അത് പിന്നെ സങ്കടം ഇല്ലാതിരിക്കുമോ? എനിക്ക് വിഷമം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് വിഷമമില്ലാതിരിക്കുമോ? എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവളുടെ ജോലിയുടെ കാര്യം ഇപ്പോഴൊന്നും ആയിട്ടില്ല. പിന്നെ അവൾക്ക് അവിടെ സുഖമാണ്. എനിക്ക് എന്താളും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ അവളെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെക്കാളും സേഫാണ് അവള്. അവൾക്ക് അവിടെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് കേട്ടുകഴിഞ്ഞപ്പം കൃഷ്ണമോള് പറഞ്ഞു, അല്ല അലിയൻ ചേച്ചി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അലിയൻ ചേച്ചി കാര്യം പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം വന്നില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇനിയിപ്പം നിങ്ങളെങ്ങാനും മറന്നു പോകുന്നു കരുതിയിട്ടാണോ? ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോവായിരിക്കും. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അലിയൻ ചേച്ചി ഞങ്ങളെ മറക്കത്തൊന്നുമില്ല. എങ്കിലില്ല എന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ അമ്മ വന്നെന്ന് പറഞ്ഞു. വന്നു, അകത്തിരിപ്പുണ്ട്. അല്ല എങ്ങനെയുണ്ട് ആള്? കൃഷ്ണമോള് പറഞ്ഞു, കൈതയ്ക്കൽ മാളി വീട്ടില് വൈജയന്തി അല്ലേ? ഓ അപ്പം അങ്ങനെ തന്നെയാ തിരിച്ചു വന്നിരിക്കുന്നത്. അതെ അമ്മ ആ ഒരു രീതി തന്നെയാന്ന് പറഞ്ഞു. ഓ അപ്പം ഒരംഗത്തിനുള്ള ഇതുണ്ട്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മയ്ക്ക് ഒരു മാറ്റം ഇല്ല അച്ഛാ, അതുപോലെയൊക്കെ തന്നെയാ. അച്ഛനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും മിക്കവാറും 100 ചോദ്യങ്ങളായിട്ട് വരും. ബാലേന്ദ്രൻ പറഞ്ഞു, ചോദിക്കട്ടെ, ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യട്ടെ. അല്ല അച്ഛൻ കഴിച്ചിട്ടാണോ പോകുന്നത്? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ബബിത ചോദിച്ചു. വേണ്ട, ഇവിടെ വന്നിട്ട് കഴിക്കാനുള്ള സമയം കിട്ടില്ലെന്ന് എനിക്കറിയാം. കൃഷ്ണമോള് ചോദിച്ചു, അതെന്താ? അല്ല ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി 100 കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ എഴുന്നേറ്റപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, ഞാനൊരു ചായ എടുക്കാം അച്ഛന്. ചായ എടുക്കാം. അപ്പോഴത്തേനും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബബിത പറഞ്ഞു, അച്ഛാ അമ്മ ഹാളിൽ ഇരിപ്പുണ്ട്. അതിനെന്താ, എപ്പോഴാണെങ്കിലും കാണേണ്ടതല്ലേ? അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ബാലേന്ദ്രൻ്റെ അകത്തേക്ക് വന്ന് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് വൈജയന്തി ചോദിക്കുന്നത്, അല്ല ഇന്നലെ അവളെയും കൊണ്ട് ഇവിടുന്ന് പോയതായിരുന്നല്ലോ, എന്നിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഈ കുളത്തൂപ്പുഴ എന്നുള്ളതേ അന്റാർട്ടിക്കൽ എന്നുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രനും വൈജിക്ക് അടുത്തേക്ക് വന്നു. അതെ ഈ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ, അല്ല കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്റാർട്ടിക്കലൊന്നും അല്ല, പക്ഷെ കൊല്ലപ്പള്ളിക്കും അന്റാർട്ടിക്കും ഇടയിലുള്ള സ്ഥലമാണ് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, അവളെ ഇന്നലെ കൊണ്ടുപോയതല്ലേ? അവളുടെ മുതലാളിയുടെ അടുത്ത് കൊണ്ടേ ആക്കിയത് ഇന്നലെയാണോ അതോ ഇന്നാണോ? അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താടി കാര്യം? ബാലേന്ദ്രൻ തിരിഞ്ഞു. നീ ഇവിടുന്ന് കുറച്ച് ദിവസം മുമ്പ് പോയല്ലോ, ഞാൻ നിന്നോട് തിരക്കുവോ എങ്ങോട്ട് പോവാ എവിടെ എന്താന്നൊക്കെ? അതിനെനിക്ക് വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. എനിക്ക് എവിടെയാ പോയെന്ന് എനിക്കറിയാം. നീ എവിടെയാ പോയെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ബാലേന്ദ്രൻ അപ്പം അറിയില്ലല്ലേ? പിന്നെ നീ പോയ സ്ഥലം അന്വേഷിച്ച് പിന്നാലെ നടക്കുമല്ലേ ഞാൻ. അതോ നീ പോയിട്ട് വന്നിട്ട് ചോദിച്ചാൽ മതി നീ എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒക്കെ. അതിന് ബാലേന്ദ്രൻ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. ആര് കണ്ടു മറച്ചു വെച്ചിട്ടില്ലെന്ന്? എല്ലാവർക്കും ഉണ്ടല്ലോ. എന്ത്? എൻ്റെ മനസ്സിലൊരു കാര്യമൊന്നുമില്ല, എനിക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ ആര് പറഞ്ഞു?
എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും വൈജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലേന്ദ്രൻ എന്തോ കുത്തി പറയുന്ന പോലെ, ഞാൻ ബാലേന്ദ്രൻ്റെ അടുത്ത് എന്തോ മറച്ചു വെക്കുന്ന പോലെ. മറച്ചു കുഴിച്ചു മൂടിയിരിക്കുന്ന പല രഹസ്യങ്ങളും കാണും പലരുടെയൊക്കെ മനസ്സിൽ. അതൊന്നും പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അത് കേട്ടതും വൈജയന്തി ഇങ്ങനെ നോക്കി. വൈജയന്തിക്ക് ആകെപ്പഴയ ടെൻഷൻ. കൃഷ്ണമോൾക്ക് തോന്നി കളം പന്തിയാവില്ലെന്ന്. പെട്ടെന്ന് കൃഷ്ണമോള് വൈജയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇതെന്താ? അമ്മ എന്തിനാ അച്ഛനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് തുടങ്ങിയൊരു അമ്മ അങ്ങോട്ട്. അല്ല, അമ്മ കുറച്ച് ദിവസം മുമ്പ് ഭർത്താവിനെ മക്കളൊക്കെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയില്ലേ? എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും അമ്മയോട് ചോദിച്ചോ? അല്ലെങ്കിൽ അച്ഛൻ വന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ അച്ഛൻ വന്ന് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അമ്മയുടെ സ്ഥാനത്ത്, അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. ഈ ഗേറ്റിന് വെളിയിലേ നിർത്തത്തുള്ളൂ. ചോദ്യവും പറിച്ചുകളും കഴിഞ്ഞ് അകത്തേക്ക് കയറ്റത്തുള്ളൂ. അച്ഛൻ പാവമായതുകൊണ്ട്. കൃഷ്ണമോള് ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേക്കും വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താടി നീ എന്നു മുതലടി എൻ്റെ നേർക്കൊന്ന് ചോദ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്? അതെ, നീ എൻ്റെ വയറ്റിൽ നിന്ന് പോന്നത് തന്നെയല്ലേ? ദേ അമ്മേ, അമ്മ കൂടുതൽ പേടിപ്പിക്കൊന്നും വേണ്ട. ദേ, അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളാരും ചോദ്യം ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്താ ഇപ്പൊ പെട്ടെന്നൊരു ചോദ്യവും പറിച്ചിലും? അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയുടെ വിലയായിട്ട് കളയരുത്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു വിലയില്ല. വെറുതെ ഇവിടെ നിൽക്കാന്ന് മാത്രം. അടങ്ങി ഒതുങ്ങിയിരുന്ന അമ്മയ്ക്ക് കൊള്ളാം. അതും പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് കയറിപ്പോയി. അടിയേറ്റ പോലെ വൈജയന്തി നിൽക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ ഒരു പുച്ച ചിരിയൊക്കെ ചിരിച്ചിട്ട് കയറിപ്പോയി. പവിത വന്നിട്ട് ചോദിച്ചു, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ പോരായിരുന്നോ? അതും പറഞ്ഞു ബബിതയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ വൈജയുടെ മുഖത്താണെങ്കിൽ രക്തമായും ഇല്ലായിരുന്നു. വിളറി വെളുത്ത് നിൽക്കുവാണ് വൈജയന്തി. പിന്നീട് അലീനെ രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുവാണ്. രേവതിക്കുട്ടി പറഞ്ഞു, എന്നെ വിളിക്കുമൊന്നും വേണ്ടായിരുന്നു പറഞ്ഞു. അതെന്താ? ഞാൻ പിണക്കുക പോകുമ്പോൾ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ. അത് പിന്നെ പെട്ടെന്നുള്ള പോയിച്ച ആയിരുന്നല്ലോ. പിന്നെ പെട്ടെന്നുള്ള പോരിച്ച. എടി, നിന്നെ രോഹിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓ പിന്നെ ആ കിഴങ്ങൻ എന്നെ വിളിച്ച എപ്പോഴാണെന്നറിയാവോ? ഉച്ച കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞത്. എടി, അല്ലെങ്കിൽ ഞാൻ രാവിലെ വിളിച്ചാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിളിച്ചാലും ഞാൻ കുളത്തുപ്പുഴ വരെ പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അലീന ചേച്ചി ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകായിരുന്നു. എടി, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ വിളിച്ച് പറയണം, ഞാൻ അവിടെ ചെന്നിട്ട് വിശദമായിട്ട് വിളിക്കാമെന്നൊക്കെ. ചേച്ചി പറ, അവിടെ ചെന്നിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയോ? എല്ലാം എങ്ങനെയായി? സെറ്റായോ? വലിയ വീടും കാര്യങ്ങളൊക്കെ ആണോ? അതെ, എസ്റ്റേറ്റ് ബംഗ്ലാവ് അത്. പിന്നെ ജോലിയൊന്നും ഇതുവരെയായിട്ടും ആയിട്ടില്ല. അതെന്താ ചേച്ചി ജോലിയൊന്നും ആവാത്തെ? അതെന്താ അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, നീ എനിക്ക് മറുപടി പറയാനായിട്ടൊരു അവസരം താ രേവതിക്കുട്ടി എന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടേക്കാണ് വന്നതെന്നറിയോ? സ്റ്റാൻലി ജോസഫ് എന്ന മിലിറ്ററിക്കാരൻ്റെ വീട്ടിലേക്ക്. അപ്പം അതും മിലിറ്ററി ആണോ? മാമച്ചനങ്ങളെ പോലെ. അതെ മോളേന്ന് പറഞ്ഞു. അല്ല, ഈ സ്റ്റാൻലി ജോസഫ് ആളെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് അച്ഛൻ എന്നോട് ആ കാര്യം പറയണേ. എന്ത് കാര്യം പറയണേ? അതെ, ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച്. ഈ സ്റ്റാൻലി ജോസഫ് ആരാന്നറിയാവോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞ 10-24 വർഷങ്ങൾ 10-24 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വൈജ എന്ന പെൺകുട്ടിയെ സ്നേഹിച്ച ആളാന്ന് പറഞ്ഞു. ഒരു നിമിഷം വല്ലാതെയായി പോയി രേവതിക്കുട്ടി. ചോദിച്ചു, അല്ല അങ്ങനെ വരുമ്പോൾ ഇപ്പം നിനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അല്ല, ആ സ്റ്റാൻലി ജോസഫിൻ്റെ അതുപോലെ വൈജയന്തിയുടെ മോളെ ഞാൻ അലീന എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി വീട്ടി വെച്ചു. അല്ലപ്പം സ്റ്റാൻലി ജോസഫ് അച്ഛനാണോ? അതെ, എൻ്റെ സ്വന്തം പപ്പ തന്നെയാന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി എങ്ങനെ അവിടെ കൊണ്ടേ ആക്കി? അത് പിന്നെ അച്ഛൻ എന്നെ കൊണ്ടേ ആക്കിയെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച. എന്നിട്ട് ചേച്ചിക്ക് അവിടെ സുഖമാണോ? ആദ്യമായിട്ട് ചേച്ചിയുടെ അച്ഛൻ ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ സ്നേഹത്തോട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഉത്തരവില്ലായിരുന്നു. അലീന ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുവാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അതിൻ്റെ കഥകളൊക്കെയെന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.